രണ്ടാമത്തെ പൊങ്കാലയാണ്. രണ്ടാമത്തെ പൊങ്കാലയുടെ സ്ഥലം എവിടെയാണ്? ഞങ്ങളുടെ സ്ഥലം ഫസ്റ്റ് പ്രാവശ്യമാണ് പൊങ്കാലയുടെ. ആദ്യമായിട്ടാണ് വരുന്നത്. എവിടെ? തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ്പോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി ഇപ്പോൾ നിൽക്കുന്ന കരിക്കമാണ്. കരിക്കകത്തെ ഇന്നത്തെ പൊങ്കാല വിശേഷമാണ് ഗൈസ് വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അയ്യോ, അഗ്നി പകരുവാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് ഈ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. കടുത്ത ചൂടും നിങ്ങളുടെ അടുപ്പിലെ ചൂടും കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ജലശോഷണം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുന്ന കാര്യവും ഭക്തജനങ്ങൾ ഓർക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ക്ഷേത്ര പരിസരത്ത് വിവിധ സ്ഥലങ്ങളിലായി വിവിധ മെഡിക്കുന്നു. ഈ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തർ ആ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. പൊങ്കാലയുടെ സമയത്ത് മാത്രം ഒരു തയ്യാറെടുപ്പ് അടിവെള്ളം കിട്ടിയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ് അന്ന് പെരുമാറി വിളിച്ചിരുന്നു. അവർ ഗുഹനെ വിളിച്ചു. അവർ കേരള സ്റ്റേറ്റ് ഹെഡ് തന്നെ
എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? ഞാനിത് ഫസ്റ്റ് പ്രാവശ്യമാണ് പൊങ്കാലയിടാൻ. ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ സ്ഥലം എവിടെയാണ്? എത്രാമത്തെ പൊങ്കാലയാണ്? ഞാൻ 4-5 പൊങ്കാലയായി. 4-5 പൊങ്കാല. ഇവിടെയാണോ സ്ഥലം? ഇവിടെ തന്നെയാണോ? ഇവിടെ ഫ്രണ്ടിൽ തന്നെ എങ്ങനെ കിട്ടി? നേരത്തെ കൂട്ടി വന്നായിരുന്നോ? ഇന്ന് കാലത്ത് വെളുപ്പാക്കാലത്തെ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് അടുത്തു. ഓക്കെ ഓക്കെ. ചേച്ചി എത്രാമത്തെ പൊങ്കാലയാണ്? ഞാൻ രണ്ടാമത്തെ പൊങ്കാലയാണ്. രണ്ടാമത്തെ പൊങ്കാലയാണ്. ഇവിടെ സ്ഥലം എവിടെ? ഓക്കെ. ആദ്യത്തെയാണ്. ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഗ്രഹം വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല, ഇപ്രാവശ്യം വന്നിടണമെന്ന് തോന്നി, അതുകൊണ്ട് ഇട്ടു. സാഹചര്യം ഒത്തു. അമ്മ എന്തുണ്ട് വിശേഷങ്ങള്? എത്രാമത്തെ പൊങ്കാലാണ് ഇടുന്നത്? രണ്ടാമത്തെ പൊങ്കാല ഇടുന്നത്. ഇത്തവണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. എന്തുണ്ട് വിശേഷങ്ങൾ? ആദ്യമായിട്ടാണ് പൊങ്കാല. അതാ കുറെ വർഷമായിട്ട് 18 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. 17 വർഷത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചായിരുന്നോ? സാധിച്ചിട്ടുണ്ട്. 18ാമത്തെയും 100ാമത്തെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. എത്രാമത്തെ പൊങ്കാലയാണ്? രണ്ടാമത്തെ പൊങ്കാലയാണ്. രണ്ടാമത്തെ പൊങ്കാല. ഇവിടെ സ്ഥലം എവിടെയാണ്? ഞങ്ങളുടെ സ്ഥലം കഴക്കൂട്ടാണ്. കഴക്കൂട്ടമായിട്ട് ഇവിടെ രണ്ടാമത്തെ പൊങ്കാലയ്ക്കാണോ വരുന്നത്? അതെന്താ കാര്യം ഇത്ര ലേറ്റ്? വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. എത്രാമത്തെ പൊങ്കാലയാണ്? ആദ്യത്തെ പൊങ്കാല. ഇവിടെ സ്ഥലം എവിടെയാണ്? അതെന്താണ് ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് പൊങ്കാലിടാൻ വരാത്ത? ചേച്ചി എത്രാമത്തെ പൊങ്കാലയാണിത്? ആദ്യമായിട്ടാണോ വരുന്നത്? അതെന്ത് ഇത്രയും കാലമായിട്ട് വരാത്ത? ഇവിടെ സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെയാണ്. അമ്മ എത്രാമത്തെ പൊങ്കാലയാണ്? ആദ്യമായിട്ടാണോ? അമ്മയും മോളാണോ? എത്രാമത്തെ പൊങ്കാലയാണ്? ആദ്യത്തെ പൊങ്കാല. അതെന്താണ് നേരത്തെ കൂടി പൊങ്കാലിടാൻ വരാത്ത? അമ്മയാണ് വരാറ്. എന്ത് വരാത്ത കാര്യം എന്താ? കൂടെ വരും. ഹെൽപ്പ് ചെയ്യാറില്ല? ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഏതുവരായി? റെഡിയാറായോ? റെഡിയാറായി. അമ്മ എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പൊങ്കാലിടെ? 12ാമത്തെ പ്രാവശ്യം. ഇവിടെ സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെ, അടുത്ത് തന്നെയാണ്. കുളത്തൂര്. ഓക്കെ. അമ്മ എത്രാമത്തെ പ്രാവശ്യം വരുന്ന? ഓക്കെ. എന്തായി? റെഡിയാവാറായോ? സമ്പൂർണ്ണ വേദവിധി പ്രകാരം ഫുഡ് നന്നായിരുന്നു. ഇത് സംഭവം വേറെ ഇത് എക്സ്ട്രാ ആണോ? വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാനാണോ? എന്തെങ്കിലും ഉണ്ടോ പ്ലാന്? മാമിയുടെ ആണ്. മാമി എന്താണ് അഭിപ്രായം? ഫുഡിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായമാണോ? ഒന്നും പറഞ്ഞില്ലല്ലോ. പൊങ്കാല കഴിഞ്ഞോ? പൊങ്കാല കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പൊങ്കാല ഇട്ട് കഴിഞ്ഞു. തളിച്ചില്ല. തളിക്കണം. 2:30 തളിക്കുള്ളൂ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു? കൊച്ചിനെ കൊടുത്തോണ്ടിരിക്കുകയാണോ ഭക്ഷണം? വരുന്നവർക്ക് ചൂടോടുകൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും വരത്തില്ല? ഞാൻ ഹോസ്റ്റലില്. എന്ത് ചെയ്യാ? എവിടെയാ? കന്യാകുമാരിയില്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? 1 മണിക്കൂറായാ? പൊങ്കാല കിട്ടാ? ഓക്കെ. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? 1 മണിക്കൂർ. 1 മണിക്കൂറായി. എങ്ങനെയുണ്ട്? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറെ നേരമായാ വെയിറ്റ് ചെയ്യണത്? കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അരമണിക്കൂർ. ഒരു ക്ഷീണവും ഇല്ല. ഓക്കെ, അത് മതി. കുറെ നേരമായോ? ഇല്ല. എങ്ങനെയുണ്ട്? കുറെ നേരമായോ?
മക്കളെ എവിടെ പോണോ? ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്കാണ്. ചേച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഒന്നുമില്ല. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറച്ച് നേരമായി. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ ഉണ്ട്. നോട്ടീസൊക്കെ ആണെങ്കിൽ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന്. ചേച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ആ, കുറേ പേര് ക്യാമറ കാണുമ്പോൾ ഓടുന്നുണ്ട്. ഓക്കെ, എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്? അരമണിക്കൂറായി. എന്തായാലും ഇവിടെ ഈ ഇതൊക്കെ നെറ്റൊക്കെ കെട്ടിക്കുന്നതുകൊണ്ട് ഒരു സമാധാനം ചൂടില്ല. ഓക്കെ, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറേ നേരമായി. ചൂടുണ്ടോ ഇതിൻ്റെ അകത്ത്? ചൂടേ ഉള്ളൂ. മോൾ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നു? ചോറ് കഴിക്കാനോ? ഒന്നും മിണ്ടൂലേ? ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് ഒരു വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ക്യൂ ആണ് ഈ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ലാസ്റ്റ് വരെ ഓടി ചെന്ന് കാണിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് ലാസ്റ്റ് ബാക്കിൽ എല്ലായിടത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്മച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറേ സമയമായി. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. വെയിലുണ്ടോ? വെയിലുണ്ട്. പൊങ്കാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ചൂടുണ്ടോ? കുറച്ച്. ഓക്കെ, ചൂടേ ഉള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് എന്തായാലും നെറ്റൊക്കെ കെട്ടിക്കണോണ്ട് പേരിൽ എന്തായാലും ചൂട് കുറയും. ആണോ? ഭയങ്കര ചൂട്. ചൂടൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല. എത്ര ചൂടിലും വെയിലും ഞങ്ങൾ അമ്മേരെ നടയിൽ ആദ്യത്തെ പൊങ്കാലയാണോ? പിന്നെ ഇവിടുത്തെ ആളാണ് വെറുതെ വന്നത്. ആരോടെ വന്നു? അമ്മേരോടെ? ഫാമിലി? ഫുൾ ഫാമിലി? ഫ്രണ്ട്സ് ആയിട്ട്? ഓക്കെ. ഓക്കെ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വെയിൽ എങ്ങനെയുണ്ട്? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഒന്നും മിണ്ടൂല. നല്ല വെയിലും നല്ല വെയിലും നല്ല തണലും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ പേരാണ് അങ്ങോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകണം.